ഹലോ, ഇന്നിത് എങ്ങോട്ടാന്നല്ലേ? സത്യം പറഞ്ഞ മര്യാദക്ക് വീട്ടിലിരുന്ന ഞാനായിരുന്നേ. എന്നെ വിളിച്ചോണ്ട് ഈ സഫീദ് പോകുന്നത് പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പണിയെടുക്കത്തില്ല. ഇവിടെ നിന്ന് പിന്നെ പെട്രോൾ അടിക്കണമായിരുന്നേ. സഫീദ് വണ്ടി എപ്പോൾ കൊണ്ടുപോയാലും പെട്രോൾ അടിക്കത്തില്ല. ഞാൻ തന്നെയാണ് മിക്കവാറും അടിക്കാറ്. എനിക്കാണെങ്കിൽ ഈ റെഡ് ലൈൻ കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. ഇപ്പം അടിക്കണം, ഇപ്പം തീരുമെന്ന് ഞാൻ വിചാരിക്കും. സഫീദ് ആണെങ്കിൽ എവിടെ വരെ വേണേലും പോയിട്ടും വരും. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ദേ റോഡ് പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ പണിയൊക്കെ പെട്ടെന്ന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് പോയത് പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പച്ചക്കറി ഈ കടയിൽ നിന്നാണ് ഇവർ സാധാരണ എടുക്കുന്നത്. അപ്പോൾ സഫീദ് ആണെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റീവാണ്. കാരണം ഭയങ്കര കളർഫുൾ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അന്നേരം വാങ്ങിക്കാൻ തോന്നും. അത് ഇവിടെ മാത്രമല്ല, എവിടെ ചെന്നാലും എനിക്ക് പച്ചക്കറി കുറച്ചെങ്കിലും വാങ്ങിക്കണം. അത് ഞാനിപ്പോൾ ശീലിച്ചു പോയി. അങ്ങനെ ദേ സഫീദ് കൊലയൊക്കെ തൂക്കി തൂക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ പോവേണ്ടത് എൻ്റെ വണ്ടിയിലാണ് ഇതൊക്കെ വെക്കേണ്ടത്. അത് ഓർത്ത് ടെൻഷൻ അടിച്ച് ഞാൻ നിൽക്കുവാണ്. ദേ എൻ്റെ വണ്ടിയുടെ അവസ്ഥ കണ്ടല്ലോ. ഇതിനകത്ത് ഇനി ഒരു നാര് പോലും വെക്കാനുള്ളൊരു സ്ഥലമില്ലേ. അതിനിടയ്ക്ക് സഫീദ് തിക്കി നിറക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ എടുത്തുകൊണ്ട് നേരെ കടയിലോട്ടാണ് പോകുന്നത്. നമ്മളാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തന്നെ കൊച്ചിയും ടീമും എറണാകുളത്തോട്ട് പോകാൻ പോകുന്നത്. പിന്നെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. ദേ റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. പിന്നെ ദേ സഫീദ് സാധനങ്ങളൊക്കെ തൂക്കുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനെ കൊണ്ട് പണിയെടുപ്പിക്കാതെ സത്യം ഇതൊക്കെ തൂക്കിയിടുന്നത്. ചുമ്മാതായിട്ടോ, സഫീദ് പണിയൊക്കെ എടുക്കുവേ. ഇതാണ് നമ്മുടെ സഫീദിൻ്റെ കട. ഇത് ബേക്കറിയും ഉണ്ട്, ഇവർക്ക് പലചരക്കും ഉണ്ട്, പിന്നെ ഹോട്ടലും ഉണ്ട്. പിന്നെ 10 രൂപ തൊട്ടുള്ള ഷാർജ അവൈലബിൾ ആണ് നമ്മുടെ കടയിൽ. അപ്പോൾ വേണ്ടവരൊക്കെ ഇവിടെ വന്ന് കുടിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.